കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വിലയിൽ നിന്ന് വൻ മുന്നേറ്റം. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വമ്പിച്ച കരാറിൽ ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഓഹരികളിൽ പ്രതിഫലിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ ഓഹരികൾ വ്യാപാരത്തിനിടെ 7% ഉയർന്ന് 1574 രൂപയിലെത്തി. ഏകദേശം 5000 കോടി രൂപയുടെ ഈ കരാർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരള വിപണിയിൽ തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവ്. 2 തവണയായി ഇന്ന് ഗ്രാമിന് 205 രൂപ താഴ്ന്നു. ഇതോടെ ഗ്രാം വില 14,135 രൂപയും പവൻ വില 1,13,080 രൂപയുമായി. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് നേരിട്ട വിലയിടിവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. തത്സമയ പണമിടപാട് സംവിധാനമായ UP ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകളുടെ എണ്ണം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുമ്പോഴും മറുവശത്ത് രാജ്യത്തെ കറൻസി ഇടപാടും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള കറൻസിയുടെ മൊത്തം മൂല്യം ഇക്കഴിഞ്ഞ ജനുവരി അവസാനത്തോടെ സർവകാല റെക്കോർഡ് നിലവാരമായ 40 ലക്ഷം കോടി രൂപ മറികടന്നതായി SBI റിസർച്ച് റിപ്പോർട്ട്. ഒരു കാലത്ത് ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിലെ വമ്പന്മാരായിരുന്ന ഓല ഇലക്ട്രിക് മൊബിലിറ്റിക്ക് കാലിടറുന്നു. വിൽപ്പന കണക്കുകൾക്ക് പിന്നാലെ 3ാം പാദത്തിലെ മോശം ഫലം കൂടി പുറത്തു വന്നതോടെ ഇന്നലെ ഓഹരി വില 7% ഇടിഞ്ഞത്. ഇന്നും നഷ്ടത്തിൽ തന്നെ. IPO സമയത്ത് ഓഹരി ഒന്നിന് 76 രൂപയായിരുന്നു വില. നിലവിൽ 28 രൂപയിലെത്തി. ഓഹരി വില 20 രൂപ വരെ താഴ്ന്നേക്കാമെന്നാണ് വിവിധ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ മുന്നറിയിപ്പ്. ശനിയുടെ അപഹാരമൊന്നും ഇന്ത്യൻ വിപണിയിൽ ഏശിയില്ല. ഓഹരി വിപണി തകർന്നടിയുന്ന ദിവസമായിരിക്കുമെന്ന പ്രവചനങ്ങളെ പൊളിക്കാനുള്ള വ്യഗ്രതയാണോ വിപണിയിൽ കണ്ടതെന്നറിയില്ല. എന്തായാലും സെൻസെക്സും നിഫ്റ്റിയും നേരിയ നേട്ടത്തിലാണ്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.